നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. സഹോദരൻ ജോൺ പി തോമസ് ഇട്ട ക്ലാസ്സിനോടുള്ള ഒരു പ്രതികരണമാണ് ഇത്. ക്ലാസ്സിന് ആധാരമായിരുന്ന വചനഭാഗം റോമർ 8-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങളാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു എന്നതാണ് ആ വാക്യങ്ങളുടെ വായന. 29-30 വാക്യങ്ങൾ പറയുന്ന സത്യങ്ങളെ ഇപ്രകാരം പിരിച്ച് പറയാം. ദൈവം മുന്നറിഞ്ഞവരെയാണ് ദൈവം മുൻ നിയമിക്കുന്നത്. 2, അങ്ങനെ മുൻ നിയമിച്ചവരെയാണ് ദൈവം സുവിശേഷത്താൽ വിളിക്കുന്നത്. അങ്ങനെ സുവിശേഷത്താൽ വിളിച്ചവരെയാണ് ദൈവം നീതീകരിക്കുന്നത്. അങ്ങനെ നീതീകരിച്ചവരെയാണ് ദൈവം തേജസ്കരിക്കുന്നത്. ദൈവം മുന്നറിഞ്ഞവരെയാണ് മുൻ നിയമിക്കുന്നതെങ്കിൽ എന്താണ് മുന്നറിയുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നായിരിക്കും ഏത് പഠിതാവും ആദ്യം ചിന്തിക്കുന്നത്. അനന്തരം പഠിതാവ് അർത്ഥം വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 നിഗമനങ്ങളിൽ ഒന്നിലേക്ക് താൻ തിരിയുന്നു. 1, മുൻകൂട്ടി അറിയുക എന്ന സാധാരണ അർത്ഥത്തെ മാത്രം പരിഗണിക്കുന്ന വഴി. അതെന്താണെന്ന് വിശദീകരിക്കാം. പ്രോഗിനോസ്കോ എന്ന ഗ്രീക്ക് പദത്തിന്റെ തർജ്ജമ ആണ് മുന്നറിയുക എന്നത്. അതിൻ്റെ സാധാരണ അർത്ഥം മുൻകൂട്ടി അറിയുക എന്നതാണ്. 29-ാം വാക്യം ആരംഭിക്കുന്നത് അവൻ മുന്നറിഞ്ഞവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ദൈവം മുന്നറിഞ്ഞവരെ എന്ന് അർത്ഥം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു സത്യം, ദൈവം ചിലരെ മുന്നറിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ചിലരെ കുറിച്ച് മുന്നറിഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ദൈവം എന്താണ് ഈ മുന്നറിഞ്ഞവരെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവുക എന്ന് ചിലർ ചിന്തിക്കുവാൻ തുടങ്ങി. അതായത് മുന്നറിഞ്ഞവരെ മുൻനിയമിക്കുവാൻ തക്കവണ്ണം അവരിൽ എന്ത് മേന്മയായിരിക്കും ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുക എന്ന് അവർ ആലോചിച്ചു. അങ്ങനെ 6 സുവിശേഷം കേട്ട് വിശ്വസിക്കുമെന്നാണ് സർവജ്ഞാനിയായ ദൈവം മുന്നമേ കണ്ടത് എന്ന അനുമാനത്തിൽ അവരെത്തി. ആ അറിവാണ് ആരെ മുൻനിയമിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ ദൈവം നോക്കിയ യോഗ്യത എന്ന് അവർ ഉറപ്പിച്ചു. അതിനോട് സങ്കീർത്തനം 139:4 യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന പോലുള്ള വചനങ്ങൾ ഒക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ഈ ചിന്താധാരയാണ് സഹോദരൻ ജോൺ പി തോമസ് പിന്തുടരുന്നത്. അതാണ് താൻ വിശദീകരിക്കുവാനും സ്ഥാപിക്കുവാനും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ക്ലാസ്സിലെ മുഖ്യ വിഷയം ദൈവം മുൻ നിർണയിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നായിരിക്കും. അതായിരിക്കും എൻ്റെ പ്രതികരണത്തിലെയും മുഖ്യ വിഷയം. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ 2ാമത്തെ ചിന്താധാരയെക്കുറിച്ച് പറയാം. മുന്നറിയുക എന്ന പദത്തിന് ഈ സന്ദർഭത്തിൽ വ്യത്യസ്തമായ അർത്ഥമുണ്ട് എന്നതാണ് ആ ചിന്താധാരയുടെ അടിസ്ഥാനം. ഇത് പിന്നാലെ വിശദീകരിക്കുന്നതാണ്. അതിനു മുൻപായി മുന്നറിയുക എന്ന പദത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാം. പ്രോഗിനോസ്കോ എന്ന ഗ്രീക്ക് പദത്തിന്റെ സാധാരണ അർത്ഥം മുൻകൂട്ടി അറിയുക എന്നാണെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഈ പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സാധാരണ അർത്ഥത്തിലാണ്. 2 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. 1, അപ്പസ്തോല പ്രവൃത്തികൾ 26:5. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. ഈ വചനത്തിലുള്ള അതിൻ്റെ അവസാനത്തിലുള്ള അറിയുന്നു എന്ന പദം മുന്നറിയുന്നു എന്ന് തന്നെ തർജ്ജമ ചെയ്യപ്പെടേണ്ട പ്രോഗിനോസ്കോയുടെ തർജ്ജമയാണ്. എന്ന് അവർ ആദ്യം മുതൽ മുന്നറിയുന്നു എന്നാണ് തർജ്ജമ വരേണ്ടത്. പൗലോസ് യഹൂദന്മാരുടെ മാർഗത്തിൽ സൂക്ഷ്മത ഏറിയ മതഭേദപ്രകാരം ഒരു പരീശനായി ജീവിച്ചു. ഈ കാര്യം തന്നെ കേൾക്കുന്നുണ്ടായിരുന്ന യഹൂദന്മാർക്ക് ആദ്യം മുതൽ മുൻകൂട്ടി അറിയാമായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? പൗലോസിന്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള തൻ്റെ നടപ്പ് അവർ എല്ലാവരും കണ്ട് അവർക്ക് പൗലോസിനെ പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിനെ കുറിച്ചുള്ള മുന്നറിവ് അവർക്കുണ്ടായിരുന്നത്. 2ാമത്തെ ഉദാഹരണം 2 പത്രോസ് 3:17. എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് എന്നാണ് വായന.
മുൻപ് കൂട്ടി അറിയുക എന്ന അർത്ഥത്തിലാണ് പ്രോഗിനോസ്കോയെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ആ അറിവ് എങ്ങനെ ലഭിച്ചു? അപ്പോസ്തലനായ പൗലോസ് അവർക്ക് അയച്ച ലേഖനങ്ങളിൽ നിന്ന് മുന്നമേ കേട്ടിട്ടുള്ളതുകൊണ്ട്. ഇങ്ങനെ കണ്ടുപരിചയം, കേട്ടുപരിചയം ഇതൊക്കെയാണ് മനുഷ്യരുടെ മുന്നറിവിന്റെ അടിസ്ഥാനം. എന്നാൽ റോമർ 8:29 മുന്നറിഞ്ഞ വ്യക്തി ദൈവമാണ്. അവിടെ ദൈവം ചിലരെ മുന്നറിയുകയായിരുന്നു, അല്ലാതെ ചിലരെ കുറിച്ച് മുന്നറിയുകയായിരുന്നില്ല എന്ന കാര്യത്തെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് അവരെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞു എന്ന സാധാരണ അർത്ഥത്തിൽ റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ എന്ന പദപ്രയോഗത്തെ കണ്ടാൽ, മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഇനി നോക്കാം. സാധാരണ അർത്ഥത്തിന്റെ വഴി പിന്തുടരുമ്പോൾ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നു. അതാണ് ജോൺ സ്റ്റോട്ട് പറയുന്നത്. ദൈവം ചിലരെ മുന്നറിഞ്ഞു അല്ലെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ദൈവം എല്ലാവരെയും അറിയുന്നു. അതുകൊണ്ട് മുൻകൂട്ടി അറിയുക എന്ന അർത്ഥം അവിടെ ഒരിക്കലും ചേരുകയില്ല. ഈ സമയം കർത്താവ് മത്തായി 7:23 ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കർത്താവിന് അവരെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാണോ കർത്താവ് പറഞ്ഞത്? ഒരിക്കലും അല്ല. കർത്താവിന് അവരെ അറിയാമായിരുന്നു, അവരെ കുറിച്ചും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിച്ചത്. അവരുടെ അധർമ്മ പ്രവർത്തികളൊക്കെയും കർത്താവിന് അറിയാമായിരുന്നു. അവരുടെ ഒരു പ്രവൃത്തിയും തൃക്കണ്ണിന് മറവായിരുന്നില്ല. എങ്കിലും കർത്താവ് അവരെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് അവരുമായിട്ട് ഒരു ബന്ധവും തനിക്കില്ലായിരുന്നു. താൻ അവരെ ഒരിക്കലും തിരഞ്ഞെടുക്കുകയോ മുൻനിയമിക്കുകയോ നീതീകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് അതിനർത്ഥം. അവരുടെ അധർമ്മ ജീവിതം അതിന് തെളിവായിരുന്നു. അതുകൊണ്ട് മുൻകൂട്ടി അറിയുക എന്ന അർത്ഥം റോമർ 8:29 ഒരിക്കലും ചേരുകയില്ല. ഇനി ചില സൂക്ഷ്മ നിരീക്ഷണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 1. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ എന്നാണ് വായിക്കുന്നത്. ദൈവം ചില വ്യക്തികളെ മുന്നറിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ആ വ്യക്തികളെ കുറിച്ച് മുന്നറിഞ്ഞുവെന്നോ അവരുടെ തീരുമാനങ്ങളെ കുറിച്ച് മുന്നറിഞ്ഞുവെന്നോ അല്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദൈവം ചിലരെ മാത്രമാണ് മുന്നറിഞ്ഞിട്ടുള്ളത് എന്നാണ് പൗലോസ് പറഞ്ഞിട്ടുള്ളത്. ദൈവം എല്ലാവരെയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. 29-ാം വാക്യം പറയുന്നത് ദൈവം മുന്നറിഞ്ഞവരെയാണ് ദൈവം മുൻനിയമിച്ചിരിക്കുന്നതെന്നാണ്. ദൈവം എല്ലാവരെയും മുൻനിയമിച്ചിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. വ്യാകരണം അനുസരിച്ച് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയൂ. ഇതര വചന ഭാഗങ്ങളിൽ നിന്നും ഇത് മനസ്സിലാക്കുവാൻ കഴിയും. എഫേസ്യർ 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ ദൈവം തിരഞ്ഞെടുത്തവരെ മാത്രമാണ് മുൻ നിയമിച്ചിരിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് ദൈവം എല്ലാവരെയും മുൻ നിയമിച്ചിട്ടില്ലാത്തത് കൊണ്ട് മുന്നറിഞ്ഞിട്ടുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി മൂന്നാമത്തെ പോയിന്റ്, മുന്നറിയുക എന്ന പദത്തിലെ അറിവ് എന്ന ഭാഗത്തിന് അക്ഷരാർത്ഥത്തിൽ അറിയുക എന്നാണ് അർത്ഥമെങ്കിൽ ദൈവം ചിലരെ മാത്രം മുൻകൂട്ടി അറിഞ്ഞു എന്ന് പൗലോസ് പഠിപ്പിച്ചു എന്ന് വരും. അത് തെറ്റാണ്. കാരണം 1, ദൈവം എല്ലാവരെയും മുൻകൂട്ടി അറിയുന്നവനാണ്. 2, ഇൻഹെറൻസി ഓഫ് സ്ക്രിപ്റ്റേഴ്സ് എന്ന ഉപദേശപ്രകാരം അപ്പസ്തലനായ പൗലോസ് തെറ്റ് പഠിപ്പിക്കുകയില്ല. കാരണം തൻ്റെ എഴുത്തുകളെ തിരുവെഴുത്തുകൾ എന്നാണ് അപ്പസ്തലനായ പത്രോസ് തന്നെയും വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുന്നറിയുക എന്ന പദത്തിന് ഇവിടെ മറ്റൊരു അർത്ഥമാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അറിയുക എന്ന പദത്തിന് ബൈബിളിൽ പല അർത്ഥങ്ങളുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ഭാഷയിലുള്ളതുപോലെ തന്നെ മറ്റു ഭാഷകളിലും പദങ്ങൾക്ക് നാനാർത്ഥങ്ങളുണ്ട്. അറിവ് എന്ന് പൊതുവെ തർജ്ജമ ചെയ്തു പോരുന്ന യാവദ എന്ന എബ്രായ പദത്തിനും നാനാർത്ഥങ്ങൾ ഉണ്ട്. ഉദാഹരണം 1, ഉൽപ്പത്തി 3:7 ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ഇവിടെ യൗദയെ അറിയുക എന്ന സാധാരണ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഉൽപ്പത്തി 4:1 അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ വായിക്കാം, ആൻഡ് ആഡം ന്യൂ ഈവ് ഹിസ് വൈഫ്. ആകയാൽ അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്നാണ് ആയിരിക്കുക. യൗദ എന്ന പദത്തെ സത്യവേദ പുസ്തകത്തിൽ പരിഗ്രഹിച്ചു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു. ആദാം ഹവ്വയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാകുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടർത്ഥം ആയില്ല. ഇനി മൂന്നാമത്തെ ഉദാഹരണം
ഉൽപ്പത്തി 19:15 ഞങ്ങൾ അവനെ ഭോഗിക്കേണ്ടതിന് എന്ന് നാം അവിടെ വായിക്കുന്നു. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധിക്കാം. ദാറ്റ് വി മേ നോ ദം. അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഞങ്ങൾ അവനെ അറിയേണ്ടതിന് എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. ഇവിടെയും അർത്ഥം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ്. ഉൽപ്പത്തി 4:1 സ്വാഭാവിക ഭോഗവും 19:15 സ്വർഗ ഭോഗവുമാകുന്നു എന്ന് മാത്രം. ഇങ്ങനെ 3 അർത്ഥമായല്ലോ. ഈ എബ്രായ ശൈലി പുതിയ നിയമരചനകളിലും ഉണ്ട്. മത്തായി 1:25 അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് നാം വായിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവൻ അവളെ അറിഞ്ഞില്ല എന്നാണ്. ഇംഗ്ലീഷ് പരിഭാഷ വായിക്കാം ആൻഡ് ഡിഡ് നോട്ട് നോ ഹെർ. അറിയുക എന്ന അർത്ഥമുള്ള ഗിനോസ്കോ എന്ന യവന പദത്തെയാണ് ഇവിടെ പരിഗ്രഹിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഉദാഹരണം ആമോസ് 3:2 ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധിക്കാം. യു ഓൺലി ഹാവ് ഐ നോൺ ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത്. ഇംഗ്ലീഷിൽ പൊതുവെ അറിഞ്ഞിരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന യഹൂദ എന്ന പദത്തെ സത്യവേദ പുസ്തകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത് ആമോസ് ആ പദത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ്. വേൾഡ് ഇംഗ്ലീഷ് ബൈബിൾ എന്ന ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. യു ഓൺലി ഹാവ് ഐ ചോസൺ ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത്. ഇങ്ങനെ 4 അർത്ഥമായി. അപ്രകാരം യഹൂദ എന്ന പദത്തിന് അറിയുക, പരിഗ്രഹിക്കുക, ഭോഗിക്കുക, തിരഞ്ഞെടുക്കുക എന്നിങ്ങനെ നാനാർത്ഥങ്ങളുണ്ട്. അതുപോലെ എബ്രായർ അവരുടെ ശൈലിയിൽ ഗിനോസ്കോ എന്ന ഗ്രീക്ക് പദം പ്രയോഗിച്ച് പുതിയ നിയമം എഴുതിയിരിക്കുമ്പോൾ ആ പദത്തിന് അറിയുക, പരിഗ്രഹിക്കുക, ഭോഗിക്കുക, തിരഞ്ഞെടുക്കുക എന്നിങ്ങനെ നാനാർത്ഥങ്ങൾ ഉണ്ടാകാമല്ലോ. ഇനി മുന്നറിയുക എന്ന പദത്തിന് ബൈബിളിൽ നാനാർത്ഥങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നൽകുന്നത്. മുന്നറിവ് എന്ന പദത്തിനുമുണ്ട് നാനാർത്ഥങ്ങൾ. മുന്നറിയുക എന്ന പദത്തിന്റെ സാധാരണ അർത്ഥം മുൻകൂട്ടി അറിയുക എന്നതാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആ പദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അർത്ഥവ്യത്യാസമുണ്ട്. കാരണം മനുഷ്യന്റെ മുൻകൂട്ടിയുള്ള അറിവ് മുൻപ് കണ്ടും കേട്ടും ഉണ്ടാകുന്ന പരിചയത്താൽ ആർജിച്ചെടുക്കുന്നതാണ്. ദൈവത്തിൻ്റെത് അങ്ങനെയല്ല. ഉദാഹരണങ്ങൾ നോക്കാം. 1 പത്രോസ് 1:20 അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവപുത്രൻ ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവിനാൽ മുന്നറിയപ്പെട്ടവനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്ന, ദൈവം തന്നെ ആയിരുന്ന വചനത്തെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടി അറിയുവാൻ എന്താണുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിഞ്ഞവൻ എന്ന് വെച്ചാൽ മുൻപ് കൂട്ടി നിയമിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് KJV, NKJV തർജ്ജമകളിൽ മുന്നറിയപ്പെട്ടവൻ എന്ന സ്ഥാനത്ത് വാസ് ഫോർ ഓർഡെയിൻഡ് എന്നാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം വൃതന്മാരായവർക്ക് എന്ന് നാം അവിടെ വായിക്കുന്നു. വൃതന്മാരായവർക്ക് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ന് അർത്ഥം. അതിന്റെ അർത്ഥം ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തിരഞ്ഞെടുത്തു എന്നാണെന്ന് ചിലർ പറയാറുണ്ട്. ആരെയാണ് ദൈവം മുൻകൂട്ടി അറിയാത്തത്? സ്രഷ്ടാവിന് സൃഷ്ടിയെ അറിയില്ലേ? എല്ലാവരെയും ദൈവം മുൻകൂട്ടി അറിയുന്നു. മുന്നറിവ് എന്ന പദത്തിന് മുൻകൂട്ടി അറിയുക എന്നാണ് ഇവിടെ അർത്ഥമെങ്കിൽ ദൈവം എല്ലാവരെയും തിരഞ്ഞെടുക്കണമായിരുന്നു. എന്നാൽ അങ്ങനെ ദൈവം ചെയ്തിട്ടില്ല. ആകയാൽ അർത്ഥം മറ്റൊന്നാണ്. ചിലർ ചിന്തിക്കുന്നത് ദൈവം താൻ തിരഞ്ഞെടുത്തവരിൽ എന്തെങ്കിലും നന്മ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. അവർ സുവിശേഷം വിശ്വസിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത് എന്ന് ചിലർ അനുമാനിക്കുന്നു. എന്നാൽ 1 പത്രോസ് 1:2 എഴുതിയിരിക്കുന്നത് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ്. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആകയാൽ ചിലരെ അനുസരണത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം. അനുസരണത്തിലേക്ക് കൊണ്ടുവരുവാനാണ് അവർക്ക് ആത്മാവിന്റെ വിശുദ്ധീകരണം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാകുന്നു ആത്മാവിന്റെ വിശുദ്ധീകരണം നൽകുന്നത്. അങ്ങനെ ആകുന്നുവെങ്കിൽ അനുസരിക്കുമോ എന്നതിനെ കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള അറിവ് തിരഞ്ഞെടുപ്പിന് എങ്ങനെ ആധാരമാകും? കാരണം അനുസരിപ്പിക്കുവാനുള്ള ആ കഴിവ് കൊടുക്കുന്നത് ദൈവമാണ്. ആകയാൽ ആ വാക്യത്തിന്റെ അർത്ഥം ദൈവം തന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരം തിരഞ്ഞെടുത്തു എന്നാണ്. മൂന്നാമത്തെ ഉദാഹരണം
റോമർ 11:2 മുന്നറിയുക എന്ന ക്രിയയ്ക്ക് മുൻകൂട്ടി അറിയുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥമുണ്ടെന്ന് വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കും. ദൈവം താൻ മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് വചനം. ദൈവം താൻ മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം എല്ലാവരെയും മുന്നറിഞ്ഞിട്ടില്ല എന്ന് വരുന്നുണ്ട്. ആകയാൽ മുന്നറിവ് എന്ന പദത്തിന് ഇവിടെയും മുൻകൂട്ടി അറിയുക എന്ന അർത്ഥമല്ല ഉള്ളത് എന്ന് വ്യക്തമാണ്. 1-ാം വാക്യത്തിൽ ചോദിച്ചിട്ടുള്ള എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് 2-ാം വാക്യത്തിൽ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളി കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. നീതിയുടെ പ്രമാണം പിന്തുടർന്നിട്ടും വിശ്വാസത്താലുള്ള നീതി എന്ന പ്രമാണത്തിങ്കിൽ എത്താതിരുന്ന ഒരു കൂട്ടം ഇസ്രായേലിനെ കുറിച്ച് 9:31 പൗലോസ് പറയുന്നുണ്ട്. എല്ലാ ഇസ്രായേലിലും ദൈവജനം എന്ന് കരുതിപ്പോന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന ഒരു ചോദ്യം ഉയർന്നു വന്നത്. തള്ളിക്കളഞ്ഞിട്ടില്ലായിരുന്നു. തെളിവ് അപ്പോസ്തലനായ പൗലോസ് തന്നെയും ആയിരുന്നു. താൻ വിശ്വാസത്താലുള്ള നീതി പ്രാപിച്ച മറ്റ് അനേകരിൽ ഒരുവനായിരുന്നു. അവരെക്കുറിച്ച് പൗലോസ് പറഞ്ഞു അവർ ദൈവം മുന്നറിഞ്ഞവരാണ് എന്ന്. അതുകൊണ്ട് ദൈവത്താൽ മുന്നറിയപ്പെട്ടവർ മാത്രമാണ് ദൈവത്തിൻ്റെ ജനം, അല്ലാത്തവർ ദൈവജനമല്ല. ഇവിടെ മുന്നറിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ്. ഇനി 4-ാമത്തെ ഉദാഹരണം അപ്പോസ്തല പ്രവർത്തികൾ 2:23. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. സ്ഥിര നിർണയം എന്ന് വെച്ചാൽ മാറ്റമില്ലാത്ത തീരുമാനം എന്ന് അർത്ഥം. സമാന്തര വചനമായി പരിഗണിക്കാവുന്ന അപ്പോസ്തല പ്രവർത്തികൾ 4:28 ഇനി വായിച്ചു നോക്കാം. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം എന്നാണ് വചനം. അധർമ്മികളായ മനുഷ്യർ യേശുവിനോട് എന്ത് ചെയ്യും എന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നത് കൊണ്ട് ദൈവം അതനുസരിച്ച് എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിച്ചു എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നേരെ മറിച്ച് എന്ത് സംഭവിക്കണം എന്ന് ദൈവത്തിന്റെ കൈയും തന്റെ ആലോചനയും മുൻകൂട്ടി നിയമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ മുന്നറിവ് എന്ന പദത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ മുൻകൂട്ടിയുള്ള അറിവ് എന്ന അർത്ഥം നൽകുവാൻ പാടില്ല എന്ന് തിരുവചനങ്ങളുടെ പരിശോധന പറഞ്ഞു തരുന്നു. മുന്നറിയുക എന്നതിന് മുൻകൂട്ടി നിശ്ചയിക്കുക എന്ന അർത്ഥമാണ് ഇവിടെയും ഉള്ളത്. ആകയാൽ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തർപ്പിച്ചു കൊന്നു എന്ന വാക്യത്തിന്റെ അർത്ഥം ദൈവം തന്റെ മാറ്റമില്ലാത്ത തീരുമാനത്താലും മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരവും ഏൽപ്പിച്ചിട്ട് അവർ അവന് അധർമ്മികളുടെ കൈയാൽ തർപ്പിച്ചു കൊന്നു എന്നാകുന്നു. ആകയാൽ മുന്നറിയുക എന്ന പദത്തിന് റോമർ 8:29 അർത്ഥം ആമോസിൽ എന്ന പോലെ തിരഞ്ഞെടുക്കുക എന്നതാണ്. എഫേസ്യർ 1:5 എഴുതിയിരിക്കുന്നതുമായി തുല്യം ചെയ്താലും അതങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കും. തിരഞ്ഞെടുപ്പിൽ ഒരു മുൻ നിശ്ചയമുണ്ടല്ലോ. അപ്രകാരം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചവരെ അല്ലെങ്കിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്തവരെ ദൈവം തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിയമിക്കുകയായിരുന്നു. അടുത്തതായി സഹോദരൻ ജോൺ പി തോമസ് പഠിപ്പിക്കുന്നതായ ചിന്താധാരയിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുന്ന സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം അഥവാ ഫ്രീ വിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ അല്പം സംസാരിക്കാം. എക്കാലത്തും മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ മനുഷ്യന്റെ ഇച്ഛാശക്തിയെ ഫ്രീ വിൽ എന്ന് ബൈബിളിൽ എങ്ങും വിളിച്ചിട്ടില്ല. ഫ്രീ ആണെന്ന്, ഫ്രീ വില്ലാണെന്ന് വിളിച്ചിട്ടില്ല. ഫ്രീ വിൽ എന്നത് മതനിരപേക്ഷ ലോകത്തിലെ ഒരു സാങ്കേതിക പദമാണ്. സഹോദരൻ ജോൺ പി തോമസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശമാകുന്നു അത്. മതനിരപേക്ഷ ലോകത്തിലെ പദപ്രയോഗമായതുകൊണ്ട് അത് ദൈവത്തിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അത് അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിലധിഷ്ഠിതമായ ഒരു ചിന്തയാണ് മനുഷ്യൻ വിശ്വസിച്ച ശേഷമാണ് കൃപ ലഭിക്കുന്നത് എന്നത്. ഇതിൽ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവകൃപയെ കൂടാതെയാണ് അഥവാ ദൈവത്തെ കൂടാതെയാണ്. എന്നാൽ മറിച്ചുള്ള ചിന്തയാണ് ആദ്യം കൃപയും പിന്നെ വിശ്വാസവും എന്നത്. സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം അഥവാ ഫ്രീ വിൽ ഉപയോഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഹവ്വ. ദൈവത്തിന്റെ വാക്കുകളെക്കാളും പാമ്പിന്റെ വാക്ക് വിശ്വസിച്ച് അനുസരിക്കുവാനായിട്ട് അവൾ അത് ഉപയോഗിച്ചു. ഫ്രീ വിൽ ഉപയോഗിച്ച അടുത്ത വ്യക്തിയാണ് ആദം. ദൈവത്തിന്റെ വാക്കുകളെക്കാളും
തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിക്കുവാനായിട്ട് അവൻ അതിനെ ഉപയോഗിച്ചു. ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പച്ച പരമാർത്ഥം, സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം അവനോ അവളോ ഉപയോഗിച്ചാൽ അത് അവർക്ക് ദോഷകരമായി മാത്രമേ തീരുകയുള്ളൂ എന്നതാണ്. പാപത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേ ഇതായിരുന്നു അവസ്ഥ എങ്കിൽ പാപം മാനവ ലോകത്തിലേക്ക് പ്രവേശിച്ച ശേഷം എന്തായി തീർന്നിട്ടുണ്ടാകും അവസ്ഥ എന്ന് ഊഹിച്ചാൽ മതി. ഞാൻ ആത്മീക കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, ഭൗതിക കാര്യങ്ങളല്ല കേട്ടോ. അതുകൊണ്ട് സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൽ ദൈവം അവന് കൃപ നൽകിക്കൊണ്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ നന്മയ്ക്കായി മാത്രമാണ്. കാരണം ദൈവം നല്ലവനാണ്, തൻ്റെ ദയ എന്നേക്കുമുള്ളതും ആകുന്നു. ഫ്രീ വിൽ ഉപയോഗിച്ച ആദ്യത്തെ രണ്ട് വ്യക്തികൾ അവർക്ക് തന്നെ ദോഷകരമായ തീരുമാനം എടുത്തത് എന്തുകൊണ്ടായിരുന്നു എന്നിനി നോക്കാം. സ്ത്രീ വഞ്ചിക്കപ്പെടുകയായിരുന്നു. സ്ത്രീകൾ വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യത ഇന്നുമുണ്ടെന്ന് 1 തിമോത്തി 2:14 അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് താൻ അവിടെ പഠിപ്പിച്ചിരിക്കുന്നു. അതനുസരിച്ച് ഹവ്വ ആദാമിനേക്കാൾ ബലഹീനയായിരുന്നു എന്നാണ് താൻ പഠിപ്പിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പത്രോസും പഠിപ്പിച്ചത്. സ്ത്രീകൾ ബലഹീന പാത്രം. അതിന്റെ അർത്ഥം സ്ത്രീ മാത്രം ബലഹീന എന്നല്ല, പുരുഷനും ബലഹീനൻ എന്നാണ്. എന്നാൽ പുരുഷനേക്കാൾ സ്ത്രീ ബലഹീന, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. എ വീക്കർ വെസൽ എന്നാണ് ഇംഗ്ലീഷിൽ. ആദാം ദൈവത്തിന്റെ വാക്കുകളെക്കാളും തന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുമല്ലോ. തന്റെ ബലഹീനതയായിരുന്നു അതിന്റെ കാരണം. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. മനുഷ്യന് ദൈവത്തെ കൂടാതെ സർവസ്വതന്ത്രനായി ജീവിക്കാം എന്നല്ല ദൈവം അവനെ കുറിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും ദൈവത്തോട് ചോദിച്ച് ദൈവ ഇഷ്ടപ്രകാരം എടുക്കണമെന്നാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്. സദൃശവാക്യം 3:5 പറഞ്ഞിരിക്കുന്നത് ഇനി ശ്രദ്ധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എന്തുകൊണ്ടാണ് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? വിവേകം എന്ന നിന്റെ മണ്ഡലം, ആ ഫാക്കൽറ്റി പാപം നിമിത്തം കേടുവന്നിരിക്കുന്നതാണ്. ദൈവത്തെ കൂടാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിന്റെ വിവേകം നിന്നെ തെറ്റിപ്പോകുമാറാക്കും. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ, ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്, ഇറ്റ് ഈസ് കറപ്റ്റഡ്. ആകയാൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. Therefore do not try to be independent of Yahweh our God. സങ്കീർത്തനം 1:1 ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുഷ്ടനോട് ചോദിച്ചാൽ ദുഷ്ടനും ആലോചന നൽകും. എന്നാൽ ആലോചന നൽകുന്ന അവന്റെ മനോമണ്ഡലം പാപനിമിത്തം കേടായിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് അവന് തന്നെയും ലഭിച്ചിരിക്കുന്ന ഉപദേശം അവനെ വഴി തെറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഉപദേശം ചോദിച്ചാലോ നമ്മെയും വഴിതെറ്റിക്കുന്ന ഉപദേശം മാത്രമേ അവനിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയായിരിക്കെ എങ്ങനെയാ സഹോദര ദുഷ്ടൻ സുവിശേഷം കേട്ട ശേഷം അവന്റെ നന്മയ്ക്കായിട്ടുള്ള ഒരു തീരുമാനം സ്വതന്ത്രമായിട്ട് എടുക്കുന്നത്? അവന്റെ തീരുമാനം അവന്റെ നന്മയ്ക്കായി തീരുകയില്ല. ഈ കാര്യം സൃഷ്ടാവെന്ന നിലയിൽ അറിയുന്നത് കൊണ്ടാണ് ദൈവം സ്വതന്ത്രമായി തീരുമാനം എടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിൽ കൃപ നൽകിക്കൊണ്ട് ഇടപെടുന്നത്. 1 കൊരിന്ത്യർ 2:14 ശ്രദ്ധിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കേട്ട ശേഷം സ്വതന്ത്രമായി തീരുമാനം എടുക്കുവാനുള്ള തന്റെ അവകാശം ഉപയോഗിച്ചാൽ പരിണതഫലം എന്തായിരിക്കും? അവൻ നിത്യ തേജസ്സിന്റെ സുവിശേഷത്തെ ഭോഷത്വമായി കണക്കാക്കും. അവന് ഗുണകരമായ ഒരു തീരുമാനം എടുക്കുവാൻ അവനാകുമോ? ഇല്ല. പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഫെസ്തോസ് പറഞ്ഞത് ഇതിന് തെളിവല്ലേ? ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. ഫിലിപ്പിയർ 2:13 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആകയാൽ ഗുണകരമായ ദൈവത്തിന് പ്രസാദകരമായ ഇച്ഛയും അതിനനുസൃതമായ പ്രവർത്തനവും ദൈവത്തിന്റെ പ്രവർത്തന ഫലമായി മാത്രമേ വിശ്വാസിയിൽ പോലും ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ ആ വിശ്വാസിയുടെ കാര്യം എത്ര പരിതാപകരമാണ് സഹോദര. ദൈവം ഇടപെട്ടില്ലെങ്കിൽ പാപിയായ മനുഷ്യൻ എടുക്കുന്ന തീരുമാനം അതുകൊണ്ട് അവന് ദോഷകരമായി മാത്രമേ ഭവിക്കുകയുള്ളൂ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം ദൈവാത്മാവാണ് നൽകുന്നത്. സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ദൈവാത്മാവ് അത് ചെയ്യേണ്ടി വരുന്നത്. മാനസാന്തരം ദൈവമാണ് നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11:18 ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകി എന്ന് നാം വായിക്കുന്നു. 2 തിമോത്തി 2:25 വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. സഹോദര, സ്വയം മാനസാന്തരപ്പെടുവാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ ദൈവം മാനസാന്തരം നൽകേണ്ടി വരുന്നത്? അതുകൊണ്ടല്ലേ ഏശാവ് പിന്നീട് നിരാശപ്പെടേണ്ടി വന്നത്? എബ്രായർ 12:17 വായിക്കുന്നു, അതിനുശേഷം അനുഗ്രഹം അവകാശമാക്കുവാൻ ഇച്ഛിക്കുന്ന അവൻ തള്ളിക്കളയപ്പെട്ടു എന്ന് നിങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ അവന് കണ്ണുനീരോടുകൂടെ അവളെ, അതായത് മാനസാന്തരത്തെ തിരഞ്ഞന്വേഷിച്ചുവെങ്കിലും അവൻ മാനസാന്തരത്തിന്റെ ഇടം കണ്ടെത്തിയില്ല. വിശ്വാസം ദൈവമാണ് നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 18:27 അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. സ്വയം വിശ്വസിക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ദൈവം കൃപ നൽകേണ്ടി വരുന്നത്. പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം കൃപ, പിന്നെ അതിനാൽ ഉളവാകുന്ന വിശ്വാസം. കൃപയാൽ വിശ്വാസം വന്ന ശേഷം വിശ്വസിച്ചവൻ ഞാൻ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത് സഹോദരാ? എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ പ്രിയ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവകൃപയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. സ്വയം കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുമെങ്കിൽ ആകർഷിക്കേണ്ട ആവശ്യകത എന്താണ്? ആകർഷിക്കുക എന്ന സ്ഥാനത്ത് ഇംഗ്ലീഷിൽ ഡ്രോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ ഹെൽക്കുവോ എന്ന് പറയുന്ന വാക്കാണ്. യോഹന്നാൻ 21:6 പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വലയെ കരയിലേക്ക് വലിച്ചടുപ്പി എന്ന പ്രവൃത്തിയാണ് ഹെൽക്കുവോ പ്രകടിപ്പിക്കുന്നത്. യാക്കോബ് 2:6 ന്യായസ്ഥാനങ്ങളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് ഹെൽക്കുവോ പ്രകടിപ്പിക്കുന്നത്. അതിനോട് ഒക്കുന്ന പ്രവൃത്തിയാണ് പാവിയെ ദൈവം തൻ്റെ കൃപയാൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തി. അതാണ് അന്ന് പിതാവും ഇന്ന് പുത്രനും ചെയ്യുന്ന ആകർഷിക്കുക. എന്നിട്ട് മാനസാന്തരപ്പെടുന്നവൻ ഞാൻ സ്വതന്ത്രമായി തീരുമാനമെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എങ്കിൽ പിന്നെ രക്ഷയുള്ള ബന്ധത്തിൽ ഫ്രീ വില്ല് കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് നമുക്കതിനെ കുപ്പയിലിടാം. അത് കമ്മ്യൂണിസ്റ്റുകാരും കത്തോലിക്കരും കൊണ്ട് നടക്കട്ടെ. താങ്കളോ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി കൃപ നൽകിയ ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുക. തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.